നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാന് നേരെ ഒരു സൈനിക നടപടി നടത്തിയപ്പോൾ ആ നടപടിയെ ആകാശത്ത് വെച്ച് തന്നെ മറുപടി പറഞ്ഞെന്നും ഇന്ത്യൻ വിമാനങ്ങളെ വെടിവെച്ചിട്ടെന്നും ഇന്ത്യയുടെ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്നുമൊക്കെ വീമ്പിളക്കി നടക്കുകയാണ് ഇപ്പോഴും പാകിസ്ഥാൻ. ഇനി ഇന്ത്യ ഇത്തരത്തിലുള്ള ആക്രമണം എന്തെങ്കിലും നടത്തിയാൽ പാകിസ്ഥാൻ ആരാണ് എന്ന് ഇന്ത്യ അറിയും എന്നൊക്കെയാണ് ഇപ്പോൾ അസിം മുനീർ എന്ന പാകിസ്ഥാൻ്റെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു വലിയ വെളിപ്പെടുത്തൽ വരുന്നത്. ആ വെളിപ്പെടുത്തൽ മറ്റാരുമല്ല, പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി തന്നെ പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പൊതു ചടങ്ങിൽ, ഒരു പബ്ലിക് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതായത് യുദ്ധം ആരംഭിച്ചു എന്ന് തൻ്റെ ഒരു സ്റ്റാഫ് തന്നോട് വന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം. ഈ പ്രസിഡന്റും അതുപോലെ തന്നെ മറ്റ് മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഭരണത്തലവന്മാരും സൈനിക ഉദ്യോഗസ്ഥരുമെല്ലാം ബങ്കറിൽ പോയി ഒളിക്കേണ്ടി വന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ എന്നാണ് ഇപ്പോൾ ആസിഫ് അലി സർദാരി, പാകിസ്ഥാൻ്റെ പ്രസിഡന്റ്, വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആക്രമണം താങ്ങാൻ കഴിയാതെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് അടക്കം ബങ്കറിൽ ഒളിക്കേണ്ടുന്ന സാഹചര്യം പാകിസ്ഥാനിലുണ്ടായി. 4 ദിവസം വെറുതെയല്ല അവർ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ടത്. പാകിസ്ഥാൻ്റെ കരസേനാ മേധാവിയായിരുന്ന, പിന്നീട് ഫീൽഡ് മാർഷലായി പ്രൊമോട്ട് ചെയ്യപ്പെട്ട അസീം മുനീറിനെ പോലും ദിവസങ്ങളോളം ഇന്ത്യയുടെ ആക്രമണത്തിന് തൊട്ട് മുമ്പ് കാണാനില്ലായിരുന്നു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്നതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ആസിഫ് അലി സർദാരിയുടെ ഏറ്റുപറച്ചിൽ വന്നിരിക്കുന്നത്. ആ ഏറ്റുപറച്ചിലിൽ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വവും പട്ടാള നേതൃത്വവും ഒന്നടങ്കം ഇന്ത്യയുടെ ആക്രമണം നടന്ന 4 ദിവസങ്ങളിൽ ബങ്കറുകളിലായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് ലഭിക്കുന്നത്. അതായത് ഇന്ത്യ ആക്രമണം തുടങ്ങുന്നു, ആ സമയത്ത് ഇവരെല്ലാം പോയി ബങ്കറുകളിൽ ഒളിക്കുന്നു. ബ്രഹ്മോസ് അടക്കമുള്ള വളരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഈ പാകിസ്ഥാൻ്റെ എയർബേസുകളെല്ലാം ഇന്ത്യ തകർക്കുന്നു. ഈ സമയത്ത് ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്നു. ബങ്കറുകളിൽ ഒളിച്ചിരുന്നു കൊണ്ട് അമേരിക്കയെ കൊണ്ട് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്നു. ഇന്ത്യ അതിന് വഴങ്ങുന്നില്ല. അതിനുശേഷം ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനെ വിളിച്ച് വെടിനിർത്തൽ വേണമെന്ന് യാചിക്കുന്നു. അത് ഇന്ത്യ അനുവദിച്ചതിന് ശേഷം ബങ്കറുകളിൽ നിന്ന് പുറത്തു വന്ന് വിജയാഹ്ലാദ പ്രകടനവും വിജയ റാലിയും നടത്തിയ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് അവർ തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുകയാണ്. 2025 ഏപ്രിൽ മാസത്തിലാണ് പഹൽഗാമിൽ, ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടന്നത്. ആ ഭീകരാക്രമണത്തിൽ 26 നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. ആ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ്റെ ISIയും ഭീകര സംഘടനകളുമാണ്, പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകര സംഘടനകളുമാണ് എന്ന് വ്യക്തമായി ഇന്ത്യക്ക് മനസ്സിലാകുന്നു. അതിനുശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ഒരു സൈനിക മറുപടി മെയ് 7-ാം തീയതി നടത്തിയത്. അന്ന് പുലർച്ചെ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കുകയായിരുന്നു. അത് അവിടം കൊണ്ട് അവസാനിച്ചാൽ നന്ന്, ഇല്ല എങ്കിൽ പാകിസ്ഥാന് ചുട്ട മറുപടി വീണ്ടും നൽകുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന് മറുപടിയായി ഇന്ത്യയുടെ 23 നഗരങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തിയത്. അത് ഇന്ത്യയുടെ രോമത്തിൽ പോലും സ്പർശിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ ആ സാഹസത്തിന് കൃത്യമായ മറുപടി നൽകുകയും പാകിസ്ഥാൻ സേനാ കേന്ദ്രങ്ങൾക്കും വ്യോമത്താവളങ്ങൾക്കും നേരെ കൃത്യമായ ആക്രമണം നടത്തുകയും ഇന്ത്യയുടെ ആക്രമണം താങ്ങാൻ കഴിയാതെ ഒടുവിൽ വെടിനിർത്തൽ യാചിക്കുകയുമാണ് പാകിസ്ഥാൻ ചെയ്തത്. പക്ഷേ ഇപ്പോഴും പാകിസ്ഥാനാണ് ആ സമയത്ത് വിജയിച്ചതെന്നും ഇന്ത്യക്ക് ശക്തമായ മറുപടി നൽകിയെന്നും ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് താഴെ കിട്ടുമെന്നുമൊക്കെയുള്ള വലിയ പ്രചരണങ്ങൾ പാകിസ്ഥാൻ നടത്തുകയായിരുന്നു. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ ഉപയോഗിച്ച് പോലും ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന രീതിയിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ വ്യാജ നുണപ്രചരണങ്ങൾ നടത്തിയിരുന്നു. ആ നുണപ്രചരണങ്ങൾ ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുകയാണ്. പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് തന്നെ എന്താണ് യഥാർത്ഥത്തിൽ അന്ന് നടന്നത് എന്ന് ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.